ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നത്. നമ്മളെല്ലാം ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമുക്കാലും മലയാളികൾ, അല്ലെങ്കിൽ 100% മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഒരു 10-13 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ അർജുൻ, ലോറി ഡ്രൈവറായ അർജുൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ അർജുനെ അപകടത്തിൽപ്പെടുകയും കാണാതെയും ചെയ്തു. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വാർത്ത നമ്മളെല്ലാം കണ്ടു. പക്ഷേങ്കിൽ അതിൽ മീഡിയാസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അർജുനെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം കേട്ടോ, അല്ലേ? ശരിയല്ലേ? ഏറ്റവും കൂടുതൽ അവിടെ ചെല്ലുകയും ഓരോ അർജുൻ്റെ വാഹനം യാത്ര ചെയ്തത് ഇങ്ങനെയാണ്, അർജുൻ്റെ വാഹനം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച നല്ല പ്രവർത്തനം അതിനെ കുറ്റം പറയുന്നതല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഈ മാധ്യമങ്ങൾ ചില കൊള്ളത്തില്ലാത്ത പരിപാടികൾ, അല്ലെങ്കിൽ അതൊരു ബിസിനസ്സാക്കി മാറ്റിയതിനെ കുറിച്ച് ഒരാളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു വീഡിയോ കണ്ടത്. അത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ്റെ വീഡിയോ മിക്കത് ഞാൻ കാണുള്ളൂ. ചെകുത്താനെ കുറിച്ച് പലരും പല രീതിയിലുള്ള നമ്മുടെ സിനിമാ നടൻ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ സിനിമാ നടനെതിരെ പ്രതികരിച്ചതും, അങ്ങനെ ചെകുത്താൻ്റെ റൂമിൽ ചെന്ന് വലിയ വിഷയമൊക്കെ ഉണ്ടായി. നമ്മുടെ തമിഴ് സിനിമാ താരം, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ സിനിമാ നടനെതിരെ പ്രതികരിച്ച് ഒക്കെ ചെയ്തത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. അങ്ങനെ ചെകുത്താൻ അത് വേണം, ചെകുത്താൻ 4 പൊട്ടീര് കൊടുക്കണം, ചെകുത്താവനെ കാലേ വാരി നിലത്തടിക്കണം, അവന് സംസ്കാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുകയും അതുപോലെ ചെകുത്താനെ ഒരുപാട് പേര് വെറുക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ എങ്കിൽ സത്യത്തിൽ ഞാൻ പറയട്ടെ, ചെകുത്താന് ഭാഗത്ത് വലിയ തെറ്റൊന്നും ഉണ്ടായാലും ഞാൻ കാണുന്നില്ല. ചെകുത്താൻ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അതിനെതിരെ തനിക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നത്, താൻ വലിയ ഉദ്യോഗസ്ഥനൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ വേറെ നിയമങ്ങളും നിയമവശങ്ങളും തനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ തനിക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന നെറുകേടിനെതിരെയും അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അതിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി കഴിഞ്ഞാണല്ലോ, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്കും അങ്ങനെ പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം? നമ്മളൊക്കെ മനസ്സിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന പല അരാജകത്വം നിറഞ്ഞ കാര്യങ്ങളും അതുപോലെ നെറുകെട്ട കാര്യങ്ങളൊക്കെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് പ്രകടമാക്കാൻ, പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടോ, നമ്മുടെ സഹോദരനോടോ, ചേട്ടനോടോ, അനിയനോടോ, നമ്മുടെ കൂട്ടുകാരോടോ പറഞ്ഞ് നമ്മളതങ്ങ് തള്ളിക്കളയാണ്. അവൻ്റെ 4 പൊട്ടീര് കൊടുക്കണം, എൻ്റെ കയ്യിലെങ്ങാനും കെട്ടിക്കഴിഞ്ഞാൽ അവനെ ഞാൻ കാല വാരി അടിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വിഷയം അങ്ങ് തള്ളിക്കളയും. പക്ഷെ ചെകുത്താൻ ആ വിഷയം അതെടുത്ത് അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് 10 പേരെ അറിയുവാൻ, 100 പേരെ അറിയുവാൻ, അല്ലെങ്കിൽ ഈ സമൂഹം അറിയുവാൻ തക്ക വിധത്തിൽ അവർ കാണിച്ച നെറുകേടാണ് എന്ന് പറയുവാൻ ഒരു മനസ്സ് കാണിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ഒരു ഹീറോയിസം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻ്റെ വേർപാട് സംബന്ധിച്ച് ഒരു വിഷയമുണ്ടായി എന്ന് പറഞ്ഞു. അതായത് മാധ്യമപ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ആളുകൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നു, മണ്ണ് മാറ്റുന്നതും അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരിലൂടെയാണ് നമ്മൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയുന്നത്. പക്ഷേ എങ്കിൽ ഒരു മാധ്യമപ്രവർത്തക ആ പാവപ്പെട്ട അർജുൻ്റെ വേർപാടിൽ ഇങ്ങനെ മനം നൊന്തിരിക്കുന്ന, അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ കണ്ണുനീരോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വഴിപാടുകളോടുകൂടി ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ, മക്കൾക്കൊന്നും അറിയത്തില്ല, കുഞ്ഞു മക്കളാണ്, അവരോട് അടുത്ത് ചെന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ച് മോൻ്റെ അച്ഛൻ എവിടെ പോയി, അപ്പം എവിടെ ലോറി ഓടിക്കാൻ പോയോ എന്നൊക്കെ ചോദിച്ച് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന, അച്ഛനെ കാണാതിരിക്കുന്ന, നമുക്കറിയാം നമ്മുടെ പിള്ളേരൊക്കെ ഒരു ദിവസമൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ വല്യപ്പൻ്റെ കൂടെയൊക്കെ വല്യമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർ നിൽക്കും. രണ്ടാമത്തെ അന്ന് വൈകിട്ട് അച്ഛനെയും അമ്മയോ കാണാതെ അവർ കരയും. ശരിയല്ലേ? അവർ മനസ്സ് വേദനിക്കുക നമ്മളെ കാണാതെ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ അർജുൻ നേരത്തെ മുതൽ ഇങ്ങനെ 5, 10, 20 ദിവസമൊക്കെ ഇങ്ങനെ പോകാറുള്ളതുകൊണ്ട് കൊച്ചിനത് അറിയാമായിരിക്കും. എങ്കിലും ആളും ആരവുമായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ അമ്മ
പൊട്ടിക്കറിയുമ്പോൾ TV മാധ്യമങ്ങളിലൂടെ അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പോൾ കണ്ടൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കും, ഒന്നും അറിയത്തില്ലാത്ത മനസ്സാണെങ്കിലും ഉൾമനസ്സിൽ അവനൊരു അപബോധം ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന പൈതലിനോട് എന്ന് ഒരു മാധ്യമപ്രവർത്തകർ അച്ഛൻ എവിടെ പോയി എന്നൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് ചോദിച്ചത്? അതിന് നറുകേടല്ലേ കാണിച്ചത് എന്ന് പ്രതികരിച്ചപ്പോൾ, താൻ ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ യൂട്യൂബ് വഴിയും പ്രതികരിച്ചപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് 100% പറയാൻ പറ്റും. ചെകുത്താൻ കാണിച്ച തൻ്റെ ഇടം അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടമുണ്ടോ എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന ആൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പച്ചയ്ക്ക് ചീത്ത വിളിച്ച്, നമ്മുടെ മനസ്സിൽ തന്നെ ചീത്ത വിളിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ടൊത്ത് ചീത്ത വിളിച്ചങ്ങ് തള്ളിക്കളയാറുള്ളൂ. പക്ഷേ ചെകുത്താൻ അതിന് പ്രതികരിച്ചു. അവരെ വലിച്ചു കീറി എന്ന് വേണമെങ്കിൽ പറയാം. ആ മാധ്യമ പ്രവർത്തകരെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചെന്ന് പറയാം. അങ്ങനെ ഒരു ആർജവം കാണിച്ച ചെകുത്താനെയാണ് നമ്മൾ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലായിട്ട് ബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ അവതരണ രീതികളും, ചില അവതരണ രീതികളൊക്കെ നമുക്ക് ഒരുമാതിരി കളിയാക്കിയ രീതിയുണ്ട്. പക്ഷേ സാരമില്ല, അത് ഓരോരുത്തരുടെയും രീതികളാണല്ലോ. പിന്നെ അല്പം വാഡ് വേർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സത്യമാണ്. പക്ഷേ എങ്കിൽ ചിലയിടത്തൊക്കെ അത് വരേണ്ട അവസ്ഥ, അത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. എന്ത് വിഷയമായാലും അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ കുറ്റം പറയുമ്പോഴും പലരും ചെകുത്താനെ കുറ്റം പറയുമ്പോഴും ചെകുത്താൻ്റെ ആ അവതരണങ്ങൾ കേൾക്കാതെ ആരും കുറ്റം പറയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ടായിരിക്കും അവൻ കൊള്ളത്തില്ലാത്തവൻ, അവൻ എന്നായി പറയുന്നത്, അവൻ്റെ മോന്ത കണ്ടാൽ പോരെ, അവൻ്റെ സംസാരം കേട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടായിരിക്കും ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ അഭിപ്രായം നമ്മൾ പറയുന്ന അഭിപ്രായം തന്നെയാണ് ചെകുത്താനും പറയുന്നത്. അത് സോഷ്യൽ മീഡിയ വഴി ഒരു പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തി അത് 100 കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും ആ മാധ്യമ പ്രവർത്തകയെ വലിച്ചു കയറി ഭിത്തിയിലോട്ട് ചെകുത്താൻ 100% ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ചെകുത്താൻ അത് പ്രകടമാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ, യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് പറയുവാൻ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം അദ്ദേഹം ചീത്തവിളി കേട്ടിട്ടെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ആ വീഡിയോ ഞാൻ കണ്ടിട്ടോ. അപ്പോൾ കുഞ്ഞിനോട് ചെന്ന് ചോദിക്കുക, അച്ഛൻ അവിടെ പോയി ലോറി ഓടിക്കാൻ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ടു നിൽക്കുന്ന അമ്മയും തൻ്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ തൻ്റെ ബന്ധുമുട്ടാദികൾ എത്രത്തോളം ചങ്ക് തകരുന്നുണ്ടായിരിക്കും. കാര്യം ശരിയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. പക്ഷേ അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ ആളുകളെ വേദനിപ്പിക്കാനും മടി കാണിക്കാത്ത മാധ്യമപ്രവർത്തകരെ വലിച്ചു കീറിയ ചെകുത്താൻ മിടുക്കനാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് എല്ലാ വീഡിയോയും കാണും കേട്ടോ. അപ്പോൾ എന്തായാലും അതിനിടയിൽ പിന്നെയും ആ വീഡിയോ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഭാരത് ബെൻസിൻ്റെ അർജുൻ്റെ പോയ വാഹനം, ആ വാഹനത്തിൻ്റെ ആ കമ്പനിയുടെ പ്രത്യേകതകൾ വരെ ഈ മാധ്യമപ്രവർത്തകർ വിളിച്ച് പറഞ്ഞു. അതൊരു മാർക്കറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, ഞാനൊരു വാഹനം ഓടിക്കുന്ന ആളാണ്. നമ്മളൊരു വാഹനത്തെക്കുറിച്ച് അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അപകടം ഉണ്ടാകിയാലോ, അതിൻ്റെ മണ്ട കല്ല് വീണ് കഴിഞ്ഞാൽ, ആ ക്യാബിൻ്റെ മണ്ട കല്ല് വീണ് കഴിഞ്ഞാൽ അത് തകരില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കമ്പനിയും വാഹനത്തിൻ്റെ ഉടമസ്ഥർ ഇവരെ എത്രത്തോളം സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഈ ചാനലുകാർക്ക് എത്രത്തോളം സ്പോൺസറിങ് കൊടുക്കുന്നുണ്ടായിരിക്കും, എത്രത്തോളം പാരിതോഷികം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ വാഹനം അപകടത്തിൽപ്പെട്ടത്. പക്ഷേങ്കിൽ ആ വാഹനം കിട്ടാത്ത സ്ഥിതിക്ക് ഒരു മാധ്യമപ്രവർത്തകർ ഓരോ വാക്കുകൾക്കും വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റ് തന്നെ ആക്കിയിരിക്കുവാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ ക്യാബിൻ മുറിഞ്ഞു പോയാലും അതിൻ്റെ അകത്ത് വായു നിൽക്കും. അതുപോലെ അതിൻ്റെ മണ്ട വലിയ കല്ലുകൾ വീണാലും മണ്ണുകൾ വീണാലും തടി വീണാലും ചളുങ്ങാത്ത വാഹനമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് എന്തായാലും നടക്കുന്നുണ്ടായിരിക്കും. അത്രത്തോളം അത് അപകടത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും അത് കിട്ടിയില്ല. കിട്ടുമ്പോൾ ചിലപ്പോൾ തകർന്നു വരുമായിരിക്കും. അങ്ങനെ ആകില്ലെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ജീവനോട് കൂടി അർജുൻ ഉണ്ടാകണമേ എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ മാർക്കറ്റിംഗ് നടത്തി എന്ന് വരെ ചെകുത്താൻ വിളിച്ച് പറയുമ്പോൾ കറക്റ്റ് കാര്യമാണ്, സത്യമാണ്. അത്രത്തോളം അദ്ദേഹം ബുദ്ധിപരമായി ചിന്തിച്ചിട്ടല്ലേ ആ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും
അദ്ദേഹത്തിൻ്റെ ആ ബ്രില്യൻ്റ് അത് കണ്ടിട്ടാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഉള്ള അതുപോലെ അദ്ദേഹത്തെ പോലെയൊക്കെ എനിക്കും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ഞാൻ ഓർക്കുക. എന്തായാലും എനിക്കും ഈ അദ്ദേഹത്തോടുള്ള സ്നേഹം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഈ പൊതുസമൂഹം നമ്മൾ പറയേണ്ട കാര്യം അദ്ദേഹം ചീത്തവിളി കേട്ടെങ്കിലും പല വൃത്തികെട്ട വാക്കുകൾ കമൻറ്റുകൾ കേട്ടിട്ടെങ്കിലും പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ചീത്തയൊന്നും കേൾക്കുന്നില്ല, അതൊക്കെ ചീത്ത കേൾക്കുന്നത്. ആ ചീത്തയൊക്കെ നമുക്ക് ഈ പറയുവാനോ നമ്മുടെ മനസ്സിൽ അത് അദ്ദേഹം ചെയ്യുന്ന നല്ലതാണ് ചിന്തിക്കുന്നവർ കേൾക്കേണ്ട തെറിയാണ് അദ്ദേഹം കേട്ടിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനാ പറയുന്നെങ്കിൽ എനിക്ക് ചീത്തവിളി കേൾക്കും, എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം ആ ചീത്തവിളി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വരുന്ന ചീത്തകളി ഇന്നും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയി അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് താൻ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചീത്തവിളി കേട്ടാലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് എന്ന് മാത്രമാണ് ഞാൻ കരുതാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെകുത്താനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം കാണിച്ച 100% ശരിയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കുറച്ചേ ഉള്ളൂ. ഇല്ലെങ്കിൽ വീഡിയോ എന്നേലും കാണുന്നവർ ചിലപ്പം ചെകുത്താനേക്കാളും മാറിയാടാ നീ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും, സാരമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നുണ്ടോ, കാണാനുള്ള കാരണവും അത് തന്നെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ ചിലപ്പോൾ ഒരു കാരണവശാൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞില്ല, ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചെകുത്താൻ അറിയാതെ ഞാൻ കണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ഈ വീഡിയോ അറിയാതെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എന്നെ പേഴ്സണലായിട്ട് ചേർത്ത് വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതുണ്ടായേക്കാം. പക്ഷേ ഞാനത് പറയും, കാരണം അങ്ങനെയൊന്നും പറയുന്നതല്ല, അദ്ദേഹം കാണിച്ചത് നല്ല ആണ് എന്ന് പൊതുസമൂഹത്തെ കാണിക്കുവാൻ, പൊതുസമൂഹത്തോട് പറയുവാൻ എനിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണോ. എന്തായാലും ചെകുത്താൻ 100% ശരിയാണ്. അതായത് മാധ്യമപ്രവർത്തകരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ആവശ്യമില്ലാത്ത ഈ സ്ഥലത്ത് കയറി തലയിടുന്നത് ഒരുപാടായി പോകുന്നുണ്ട്. അതിനെ വരച്ചു കാട്ടിയ ആ ചെകുത്താന് ബിഗ് സല്യൂട്ട്.